ഇത്തവണ രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം പതിറ്റാണ്ടുകളായി LDF, UDF മുന്നണികളുടെ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണ്. ഇനി കേരളം മാറ്റത്തിന്റെ പാതയിലാണെന്നും പാലക്കാട് BJPക്ക് കേരളത്തിലേക്കുള്ള കവാടമാണെന്നും മോദി പറഞ്ഞു. പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന NDAയുടെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിനീതമായ നമസ്കാരം എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. കേരളത്തിലെ യുവാക്കളും സ്ത്രീകളും കർഷകരും NDAയിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ വികസനം എത്തിക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. മാറാത്തത് ഇനി മാറും. കേരളം വളരും. കേരളത്തിൽ ടീം NDA സർക്കാർ ഉണ്ടാക്കുന്ന മത്സരത്തിൽ മൈതാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പതിറ്റാണ്ടുകളായി LDFും UDFും ചേർന്ന് കേരളത്തെ മാറി മാറി കൊള്ളയടിക്കുകയാണ്. CPMകാർ കോൺഗ്രസിനെ BJPയുടെ B ടീം എന്ന് വിളിക്കുന്നു. തിരിച്ച് കോൺഗ്രസുകാർ CPMനെയും BJPയുടെ B ടീം എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഒരേ ഒരു A ടീം BJP മാത്രമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം പോലും ആരംഭിച്ചിട്ടില്ല. കോൺഗ്രസും ഇടതു എവിടെയൊക്കെയോ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ. LDFന്റെയും UDFന്റെയും എല്ലാ നയങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. കേരളത്തിന്റെ വികസനത്തെപ്പറ്റി അവർക്ക് ചിന്തയില്ല. കേരളം ഇന്ന് 5 ലക്ഷം കോടിയിലധികം രൂപ കടം കയറിയ അവസ്ഥയിലാണ്. കേരളത്തിന് അവകാശപ്പെട്ട പണം എവിടെ പോയി? ഇതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. LDFകാരുടെ കീശയിൽ പോയി. കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുന്ന പക്ഷം ഇവരുടെ കള്ളത്തരമെല്ലാം പുറത്തു കൊണ്ടുവരും. BJP അധികാരത്തിൽ വന്നാൽ LDFന്റെയും UDFന്റെയും സർവ്വ കുംഭകോണങ്ങളെ പറ്റിയും അന്വേഷണം നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാലക്കാട് 22 വർഷം ഭരിച്ചത് ഇടത് MLA ആയിരുന്നു. 5 പതിറ്റാണ്ട് കോൺഗ്രസ് MLAമാരും പ്രതികരിച്ചു. എന്നിട്ടും ഈ മണ്ഡലത്തിൽ വികസനം വന്നില്ല. കേരളത്തിൽ BJP വന്ന ശേഷമാണ് പാലക്കാടിന് വികസനമുണ്ടായി തുടങ്ങിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹെലികോപ്റ്റർ മാർഗം പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വൻ ജനക്കൂട്ടമാണ് സ്വീകരിച്ചത്. അവിടെ നിന്ന് വാഹന വ്യൂഹത്തിൽ മോദി കോട്ടമൈതാനത്തേക്ക് പുറപ്പെട്ടു. മിഷൻ സ്കൂൾ ജംഗ്ഷൻ മുതൽ SBI ജംഗ്ഷൻ വരെ റോഡിന് ഇരുവശത്തും തിങ്ങി നിറഞ്ഞ പ്രവർത്തകരെ അദ്ദേഹം റോഡ് ഷോയിലൂടെ അഭിവാദ്യം ചെയ്തു. പാലക്കാട്ടെ പൊതുസമ്മേളനത്തിൽ പാലക്കാട് ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു.